എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ഇഞ്ചി പച്ചടി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പിലും താഴെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള കാന്താരി മുളക്, പിന്നെ ഒരു കഷ്ണം ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മളിത് തൈര് ചേർത്തിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പുളിയുള്ള തൈരും പാടില്ല, പുളി ഇല്ലാത്ത തൈര് പാടില്ല. ഒരു മീഡിയം സൈസിലുള്ള പുളിയുള്ള തൈര് വേണം കേട്ടോ. അപ്പോഴേ ഇഞ്ചി തൈര് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയുള്ള തൈര് എടുക്കണേ. തൈര് ഞാനിത് 1.5 കപ്പിൻ്റെ അളവാട്ടോ കാണിക്കുന്നത്. അത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. തൈരൊന്ന് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകും വറ്റൽമുളകും കൂടി വറുത്തിടാനാട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കണേ. എൻ്റെ അടുത്ത് കറിവേപ്പിൻ്റെ ചേർത്താണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കാൻ. പൊട്ടിത്തെറിക്കിയത് നോക്കണേ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തൈരും കൂടി ഉണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇഞ്ചി തൈര്, ഇഞ്ചി പച്ചടി. ഇഞ്ചി തൈര് എന്ന് പറയുന്നത് ദഹനത്തിനൊക്കെ നല്ല ഒരടിപൊളി കറി കേട്ടോ. 1001 കറികൾക്ക് തുല്യമാണ് ഇഞ്ചി തൈര് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ അടിപൊളി ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട് ഇവിടെ. എളുപ്പമുള്ളൊരു കറി, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.